ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാനൊരു ഫോൺ വാങ്ങി, OnePlus Nord C3 Lite 5G. സംഭവം ഇതാണ്, അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഓപ്പൺ ഡെലിവറി ആയിരുന്നു, ഓപ്പൺ ഡെലിവറി ചെയ്തു. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഓൾറെഡി ഞാനൊരു OnePlus ഫാമിലിയാണ്. ഞാൻ ആദ്യം OnePlus 8 Pro ഉപയോഗിച്ചു, ഇപ്പോൾ OnePlus Nord 3 5G ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു OnePlusൻ്റെ Nord C Lite ഞാൻ മേടിച്ചു. എന്നിരുന്നാലും OnePlus എന്ന് പറഞ്ഞാൽ അടാറ് ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോണാണ്. ആർട്സിൻ്റെ പ്രശ്നമില്ല, പോപ്പ് ആർട്സിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ആപ്ലിക്കേഷനിലും റെക്കമെൻഡ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷൻ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. അതായത് കമ്പനി തരുന്ന ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു ആപ്ലിക്കേഷനും ഇല്ല. അഥവാ പുതിയ ഫോണിൽ ഉണ്ടെങ്കിൽ തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ രീതിയിലാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ഒരു ഫോൺ വാങ്ങിയപ്പോൾ ഇതിനകത്ത് കിട്ടിയിരുന്നത് റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു കാർഡുണ്ട്. അത് ചെറിയ ഓഫേഴ്സൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫോൺ കേസ് കിട്ടി. അപ്പോൾ ഇത് യൂസർ മാനുവലാണ്. പിന്നെ OnePlusൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് ആ ബോക്സിൽ ഇൻക്ലൂഡായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഒരു സിം ഇഞ്ചക്ടർ ടൂൾ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ OnePlusൻ്റെ അല്ല, ഏതൊരു ഫോണിലും ഇതൊരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം മൈക്രോ സിം ആയതുകൊണ്ട് അത് ഇഞ്ചക്ട് ചെയ്യാൻ ഈ ടൂൾ അത്യാവശ്യമാണ്. പിന്നീട് ഇത് വരുന്നത് നല്ല ഒരു ക്വാളിറ്റിയിലുള്ള ഒരു ചാർജിങ് കേബിളാണ്. അത്യാവശ്യം ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് വരുന്നത് 80 വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ്. ചെറിയ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ തവണ മേടിച്ച OnePlus Nord 3 5Gയുടെ അതേ സെയിം ചാർജർ തന്നെയാണ് ഈ ലൈറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ഒരു ഫോൺ ബോക്സിലുള്ളത്. ഇനി ഫോണിനെ പറ്റി ഞാൻ പറയാം. ഫോൺ നല്ല പ്രൊട്ടക്ഷനിലാണ് അവർ കൊടുത്തുവിട്ടത്. ഞാൻ ബ്ലാക്കാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഫോണിലുണ്ട്. പിന്നീട് Nord 5G അപേക്ഷിച്ച് ഇതിൽ ഫിംഗർ പ്രിൻ്റ് വരുന്നത് സൈഡിലാണ്. Nord 5Gയിൽ ഫിംഗർ പ്രിൻ്റ് വരുന്നത് ഡിസ്പ്ലേയിലായിരുന്നു, പക്ഷേ ലൈറ്റിൽ വരുന്നത് സൈഡിലാണ്. ഇതും ഡുവൽ സിമ്മാണ്. ഡുവൽ സിം യൂസ് ചെയ്യാം. മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഒരു മൈക്രോ സിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 സിം യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. ഓൺ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ഇങ്ങനെ കാണിക്കും, പവേർഡ് ബൈ ആൻഡ്രോയിഡ്. ഈ ഫോൺ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അടിപൊളി ഡിസൈൻ, ഒന്നും പറയാനില്ല. OnePlusൻ്റെ മിക്ക എല്ലാ ഫോണുകളും നല്ല ഡിസൈനിലാണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ടത് ഹെഡ്ഫോൺ ജാക്കാണ്. ഒരു ഫോണിലും OnePlusൻ്റെ നേരത്തെ ഇറങ്ങിയ ഒരു ഫോണിലും ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു ഫോൺ Nord 3 ലൈറ്റിൽ ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു USB-C ടൈപ്പാണ് ഇതിലെ ചാർജിങ് പോർട്ട് വരുന്നത്. പിന്നെ ഡുവൽ സ്പീക്കറാണ്, മുകളിലും താഴെയും സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൺ ചെയ്യുമ്പോൾ ഹലോ എന്നൊക്കെ വരും. ഇതിൽ വരുന്ന ബാക്ക് ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണ്, ഫ്രണ്ട് ഒന്നും. പിന്നെ സെൽഫി ക്യാമറ സെൻട്രലായിട്ടാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇത്രയാണ് അത് ഫോൺ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ബാക്കി ഫങ്ഷൻസൊക്കെ സെയിം ആണ്. പിന്നെ ഫിംഗർ പ്രിൻ്റ് സൈഡിൽ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിലെ സ്റ്റൈലൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫോൺ ഓണായി കഴിഞ്ഞ് ഇങ്ങനെ ലീഗൽ ഇൻഫർമേഷൻ ഉണ്ട്, അതെല്ലാം അലോ കൊടുക്കുക, എല്ലാം ടിക്ക് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൈക്രോ സിം കാർഡ് ഇൻസ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ വൈഫൈയിലാണെങ്കിൽ വൈഫൈ കണക്ട് ചെയ്യുക. അതല്ലെങ്കിൽ മൊബൈൽ ഡേറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിം ഇട്ടതിന് ശേഷം മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുക. അതിനുശേഷം ലൊക്കേഷൻ അലോ കൊടുക്കുക. ഇതൊക്കെയാണ് ഫോൺ ഓൺ ചെയ്യുമ്പോൾ ഉള്ള സാധാരണ നോർമൽ ഫോണുകൾക്ക് വരുന്ന അതേ രീതി തന്നെയാണ് ഈ ഒരു ഫോണും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നീട് റീഫ്രഷ് റേറ്റ് വരുന്നത് 120 Hz ആണ്. അടിപൊളി നല്ല ക്വാളിറ്റിയിലുള്ള റീഫ്രഷ് റേറ്റ് ഉണ്ട്. 3 രീതിയിൽ കൊടുക്കാം. ഒന്ന് ഓട്ടോമാറ്റിക് കൊടുക്കാം, പിന്നെ 60 Hz കൊടുക്കാം, പിന്നെ 120 Hz കൊടുക്കാം. നോർമലി ബാറ്ററി ബാക്കപ്പൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ ഓട്ടോമാറ്റിക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല റീഫ്രഷ് റേറ്റ് വേണ്ട ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 120 Hz ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് സൈഡിലാണ്. ഇതുപോലെ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് മാറ്റി കൊടുക്കാം. സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. പിന്നെ ഈ ബട്ടൺ തന്നെയാണ് പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അത് ലോക്ക് ചെയ്യാനും ഈ ബട്ടൺ തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മിക്കുള്ള ഫോണിലും ഈ സൈഡ് ഫിംഗർ പ്രിൻ്റ് വരുന്നതല്ല ഈ രീതിയിലാണ്. ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് OS 13 ആണ്, അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പം ഇതാണ് എൻ്റെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ ഫങ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻ്റൊക്കെ നല്ല ഫാസ്റ്റിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഫോണിൻ്റെ ലുക്കും സ്റ്റൈലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക.
എൻ്റെ അനുഭവമാണ്. സൂപ്പർ ഫോണാണ്.